പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് 1200 ഇടവമാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം. അതായത് 2025 ജൂൺ 8 മുതൽ ജൂൺ 14-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം. ബുധൻ മിഥുനത്തിലേക്ക് സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, സുക്ഷേത്രത്തിൽ. ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു. മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ചൊവ്വ, കേതു, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ ശുക്രൻ, 10-ാം ഭാവത്തിൽ ആദിത്യൻ, 11-ാം ഭാവത്തിൽ ബുധനും വ്യാഴവും. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ചൊവ്വ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന ഒരു വലിയ വാർത്തയുണ്ട്. കാരണം കഴിഞ്ഞ 4-5 മാസമായി ചൊവ്വ നീചസ്ഥനായിരുന്നു. ഭൂമി വിൽക്കാൻ കഴിയില്ല, വീട് മാറി മറ്റെവിടെയെങ്കിലും താമസിക്കുന്ന അവസ്ഥ വരിക, വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയി വീട്ടിൽ വരാതിരിക്കുക, ഇവർക്കെല്ലാം തന്നെ ഒരു നല്ല സമയമാണ്. ഭൂമി വിൽപ്പന തീരുമാനിക്കാം. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ പലപ്പോഴും അളന്ന് തിട്ടപ്പെടുത്തുവാനുള്ള ഒരു മഹാഭാഗ്യമുണ്ടാകും. അപ്രകാരം തന്നെ ഭൂമി വാങ്ങുവാനോ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ ഈ ചൊവ്വ സഹായിക്കും. എന്തുകൊണ്ടാണ്? ചൊവ്വ ഭൂമികാരകനാണ്. ആ ചൊവ്വ ഭാഗ്യാധിപനായി ഇന്ന് ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ വളരെ അനുകൂലമാകും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ചൊവ്വയും കേതുവും തമ്മിലുള്ള യോഗം അത്ര നല്ല യോഗമല്ല. ശാരീരികമായ അസ്വസ്ഥതകൾ വളരെയധികം വരും. ഈ കുജകേതുക്കളുടെ യോഗം, BP പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കണം. സർജറി വരും, തലയിൽ ആഘാതങ്ങൾ, വീഴ്ച വരും, പെട്ടെന്ന് എന്തെങ്കിലും ശിരസിൽ പതിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും തമ്മിൽ പരസ്പരം സംസാരിച്ച് മുഷിയുമ്പോൾ അക്രമം നടക്കുക. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല ചിങ്ങൻ രാശിക്കാർ. പ്രകോപിതരായി സംസാരിക്കാൻ പാടില്ല. നിയന്ത്രണത്തിൻ്റെ ചരട് നഷ്ടപ്പെടും, വളരെ ശ്രദ്ധിക്കണം. ഈഗോ തന്നെ ഭരിക്കും. അത് ഫാമിലി ലൈഫിലായാലും വളരെ ശ്രദ്ധിക്കണം. കാരണം ലഗ്നത്തിലെ ചൊവ്വയ്ക്ക് പറഞ്ഞ ഫലവും കേതുവിൻ്റെ ഫലവും ഒന്ന് തന്നെയാണ്. വിലഗ്നേ ഗുജേ ദണ്ഡലോഹ അഗ്നി ഭീതി. ദണ്ഡം ആയുധങ്ങൾ, ലോഹം, അഗ്നി തീ കൊണ്ടുണ്ടാവുന്ന ഭയങ്ങൾ. തപേൻ മാനസം കേസരിക്കും ദ്വിതീയ. ഇയാൾ ലയനാണ്, കേസരിയാണ്, പക്ഷെ മനസ്സ് തപിക്കും. പല കാര്യങ്ങളിലും തനിക്ക് തീരുമാനങ്ങൾ എടുക്കാതെ ബുദ്ധിമുട്ടും. തൻ്റെ തീരുമാനങ്ങൾ പാളിപ്പോകും. കളത്രാധികാത ശിരോനേത്രപീഡ. ശിരസിനും കണ്ണുകൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ, ഭാര്യയ്ക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ശ്രദ്ധിക്കുക, രോഗാദി അരിഷ്ടകൾ ശ്രദ്ധിക്കുക. വിഭാഗേ ഫലാനം സദൈവോപസർഗ. പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവസാനം അനുഭവത്തിൽ വരുമ്പോൾ പുഴുക്കുത്തുകൾ വരും. അതിനാൽ വളരെ ജാഗ്രത പാലിക്കണം ചിങ്ങം രാശിക്കാർ. ഇവിടെ സഹോദര ഗുണം കൂടും. കാരണം 3-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, നല്ലതാണ്. മറ്റൊന്ന് സഹോദര പതിയായ ശുക്രൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. പലപ്പോഴും ബന്ധങ്ങൾ വിളക്കിച്ചേർക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വാരം. അതിനുമപ്പുറം ഒരു പ്രത്യേകത, സഹോദരങ്ങളുടെ മക്കൾ, അവരുടെ വിവാഹങ്ങൾ, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹങ്ങൾ, ഇതിലൊക്കെ പങ്കുചേരാനും തീരുമാനിക്കുവാനുള്ള ഒരു കഴിവ് ചിങ്ങൻ രാശിക്കാർക്ക് കൈവരുന്നു ഈ ഒരു വാരം. നമ്മൾ മാനസികമായി അങ്ങേയറ്റം തളർന്നു നിന്ന സമയത്ത് നിന്നും, ഒരു ഊഷരതയിൽ നിന്നും ഉർവരത, വേനലിൽ, കടും വേനലിൽ ഒരു മഴ, വരണ്ട സ്ഥലത്ത് നിന്നും ഫലഭൂയിഷ്ഠമായ സ്ഥലത്തേക്കുള്ള ഒരു മാറ്റം, ഇതൊക്കെ ചിങ്ങൻ രാശിക്കാർക്ക് പ്രദാനം ചെയ്യും. വാഹനം വളരെയധികം ജാഗ്രതയോടുകൂടി ഓടിക്കണം. കാരണം അധോമുഖ രാശിയാണ്. ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം. തനിക്ക് കാശ് ധാരാളം ഉണ്ടാക്കാം. ബാങ്കിങ്, ഫൈനാൻസ് സെക്ടറിൽ പെട്ടവർക്കൊക്കെ തന്നെ ഇപ്പോൾ ധനപരമായി നല്ല വാരമാണ്. അതിനാൽ they can invest in insurance or they can invest in
ബാങ്ക് ഷെയർസ് ഓർ മെഡിക്കൽ കമ്പനീസ്, ഇതിലൊക്കെ എന്ത് ചെയ്യാം? ഫാർമ കമ്പനികളിലൊക്കെ തന്നെ, ഹോസ്പിറ്റാലിറ്റി, ഇതിലൊക്കെ തന്നെ, ഇൻഷുറൻസ് മേഖലകളിലൊക്കെ തന്നെ ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ വാരം വളരെ നല്ലതാണ്. എടുത്ത് ചാടരുത് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ പരിഹാരം, ധർമ്മദൈവ സങ്കേതങ്ങളിൽ നിർബന്ധമായും വഴിപാടുകൾ ചെയ്യുക. ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരും. ശനി അഷ്ടമത്തിലാണ്, 7-ാം ഭാവത്തിൽ രാഹു ഉണ്ട്. സർപ്പക്ഷത്തിൽ വഴിപാടുകൾ ചെയ്യുക. ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായൊരു വാരം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.